ഇന്നത്തെ വീഡിയോ അറിയാലോ, സ്പെഷ്യലായിട്ടുള്ള വീഡിയോ തന്നെയാണ്. ഇന്ന് നമ്മളെ ഉണ്ണിമോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറുതായിട്ട് ചോദിച്ചാൽ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. രാവിലെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഒരു 10 മണി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീഡിയോ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നക്കൂട് ബൈ അനിത സുബ്രഹ്മണ്യൻ. അങ്ങനെ തന്നെ നവംബർ 15-ാം തീയതിയാണ് അവളെ ബർത്ത്ഡേ കേട്ടോ. അങ്ങനെ തന്നെ 17 കണ്ട് കടന്നു, മധുര 17 ഇപ്പോൾ 36. അങ്ങനെ നമ്മളെ ബർത്ത്ഡേൻ്റെ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഭയങ്കര തയ്യലാണെന്ന് വൈകുന്നേരം തന്നെ കൊടുക്കാനുള്ള 2 മാക്സി ഉണ്ട് കേട്ടോ. അത് വേഗം വെട്ടി അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അയിമേൽ നിന്നതാണ്. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക, പിന്നെ ഹൈപ്പും കൂടി അടിക്കുക കേട്ടോ. അങ്ങനെ ആ പരിപാടികളാണ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാക്സി വെട്ടി അടിക്കുക കേട്ടോ. ബിറ്റായിരുന്നു ഇത്. അപ്പോൾ ഒരു വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഒന്നാമത് ഇത് ചുങ്കുടി മാക്സിയാണ്. അപ്പം വർക്ക് ചെയ്താൽ അത് കാണൂല, കാരണം ഭയങ്കരമായിട്ട് ആമി വന്നു. ഗൈസ് ആമി മോൾ അതാ വന്നിക്കണ് ഗൈസ്. ആമി മോൾ അതാ മോളായിക്കോട്ടെ. അതിൻ്റെ ഇടയിൽ ആമി വന്നു, ഓളോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അപ്പം നമ്മളെവിടെ പറഞ്ഞ് നിർത്തി ചോദിച്ചാൽ ചുങ്കുടി മാക്സി ആണല്ലോ. ഈ ചുങ്കുടി മാക്സിയിൽ എങ്ങനെ വർക്ക് വെച്ചാലും കാണില്ല. നമ്മളെ വർക്ക് എന്ത് പണിയെടുത്താലും അമ്മ കാണൂല, കാരണം അതിമ്മ വലിയ പൂക്കളും കൈകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ പല കളറും അല്ലേ, അപ്പോൾ എങ്ങനെ വർക്ക് വെച്ചാലും കാണൂല. ഞാൻ വെച്ച് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ഇതാക്കണം. ഇപ്പം ചെറുമട്ടത്തിലുള്ള പരിപാടിയാണ് എംബ്രോയിഡറി പഠിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പം നമ്മളെ മീശയും അത് കയ്യോന്ന് ഞാൻ നോക്കിയതാണ്. അപ്പം ഏറെക്കുറെ ഇതും ഞാൻ അങ്ങനെ പഠിച്ച് ഇങ്ങനെ വരുന്ന പൂവും കായും പൂക്കളും മരങ്ങളൊക്കെ വരക്കാനായിട്ട് പഠിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മളെ സാധാ മെഷീനിലും കയ്യൊന്ന് യൂട്യൂബ് പറഞ്ഞപ്പോൾ ഒന്നും കൂടി ഒരു എന്താ പറയുക ഒന്ന് കിട്ടി. അപ്പം അങ്ങനെ ഒന്ന് ആക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ചെറുമട്ടത്തിൽ ഞാൻ ഇതുമ്മ ഒരു കുത്തിവരം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 പൂക്കളും 2-3-4 കുത്തുകളൊക്കെ ആയിട്ട് ചെറിയ മട്ടത്തിൽ ഞാൻ ഇതങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ നൂല് വെച്ചിട്ട് തന്നെയാണ് ഇപ്പം ഞാൻ വെച്ച് കൊടുക്കണത്. അപ്പോൾ വേറെ ഒരു ത്രെഡ് നൂലുണ്ടല്ലോ, അതൊന്ന് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ക്യാമറ തട്ടില്ലേ, ഫോണുമ്പോൾ തട്ടില്ല പൊട്ടത്തിയേ. ഇങ്ങോട്ട് വാ. പിന്നെ എന്നെ കാണണ്ടേ? ഫോട്ടോ എടുക്കണ്ടോ? ഓളെ ഫോട്ടോ എടുക്കൽ കഴിയുമ്പോഴത്തേന് മിക്കവാറും എൻ്റെ ഫോണിൻ്റെ അടപ്പ് വരും. അപ്പം അങ്ങനെ ഓളെ വേഗം മാറ്റി നിർത്തിയാണ് ഞാൻ ഓളവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒന്ന് വീഡിയോ എടുക്കട്ടെ. ഒരു വിധത്തിന് ഓളെ അയക്കൂല. അപ്പോൾ ഞാൻ ഇത്തിരി വീഡിയോ എടുത്ത് ഇനിയിപ്പോൾ ഈ ഒരു മാക്സിയാണ് അടിക്കാനുള്ളത്. എന്ത് മോഡൽ വെക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്, കാരണം ഇതിന് കുറേ വർക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വർക്കുകളാണ്. എന്തൊക്കെയോ ഒരു പാമ്പ് ഇഴഞ്ഞു പോണ പോലത്തെ വർക്കാണ് ആ ഒരു മാക്സി ബിറ്റുമ്മലുള്ളത്. അപ്പോൾ അയിമലും തന്നെ വലിയതായിട്ട് വർക്ക് വെച്ചാൽ കാണുമൊന്നുമില്ല, എന്നാലും സിമ്പിൾ വർക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം വർക്ക് കൊടുക്കാനായിട്ട് ഇഷ്ടം പ്ലെയിൻ മാക്സിമൽ കേട്ടോ. ഒരു കളർ മാക്സി ഉണ്ടല്ലോ, പ്ലെയിനുമ്മ കൊടുക്കാൻ നല്ല ഇഷ്ടമാണ്. കാരണം നമ്മളെ കലാവിരുത് ഫുള്ളായിട്ട് അയിമല ഇങ്ങോട്ട് എടുത്തിടാം. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ സംഭവത്തിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നല്ല ഇപ്പോൾ ഞാൻ പറയാൻ വിചാരിച്ച് ഞാൻ ആക്കം പോലെ അങ്ങോട്ട് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മാക്സി വന്നിട്ടുള്ളത്. എൻ്റെ മാക്സി അല്ല, ഇതാകും നമുക്ക് തന്ന മാക്സി വന്നിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫസ്റ്റ് എംബ്രോയിഡറി അല്ല, ഒരു 3-4 വട്ടം 5-6 വട്ടം 10-15 വട്ടം ഞാൻ ഇതൊക്കെ ചെയ്ത് തീർത്തതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കിയെടുക്കാൻ കഴിഞ്ഞത്. കാരണം തെറ്റിൽ നിന്നാണല്ലോ ഏതായാലും ശരി പഠിക്കൽ. അപ്പം അങ്ങനെ ശരിയായി എന്ന് വിചാരിക്കില്ല, ഞാൻ പറയില്ല. അപ്പം നിങ്ങൾ കണ്ടുവരൊക്കെ ഒന്ന് പറഞ്ഞോളിട്ട് അങ്ങനെ ശരിയായോ, ഇനി കുറച്ചുകൂടി ശരിയാകാണ്ട് എനിക്കറിയാം. അപ്പം അങ്ങനെ ആ ഒരു മാക്സി കഴിഞ്ഞു. പിന്നെ അടുത്ത മാക്സി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എന്തൊക്കെയോ പുള്ളി ശിഖരങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം എന്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഏതായാലും 2 ലേസ് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു നെക്കാണ് കൊടുത്തിട്ട്, റൗണ്ട് നെക്കിൽ. പിന്നെ അവിടെ താഴത്തെ ഒരു ചതുരം പോലൊക്കെ കൊടുത്തിട്ടാണ് ഉള്ളത്. കാണുന്നില്ല കേട്ടോ, വല്ലാതെ വ്യക്തമായിട്ട് കാണില്ല. അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ വ്യക്തമായിട്ട് കാണുന്നില്ല. ഏതായാലും അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മടക്കിയിട്ട് ആൾ വരുമ്പോൾ എടുത്ത് കൊടുക്കണം. അപ്പം മാക്സ് പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ബർത്ത്ഡേൻ്റെ പരിപാടികളൊക്കെ നോക്കണം. അതിൻ്റെ ഇടയിൽ ചോറ് വെക്കണം, കറി വെക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഏകദേശ പരിപാടികളൊക്കെ ഉണ്ട്.
എല്ലാ പരിപാടികളും ഒരുങ്ങിയിട്ട് അങ്ങനെ മെഷീൻമേൽ ഇരിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നടക്കാത്തൊരു കേസാണ്. അതുകൊണ്ടാണ് കുറച്ച് പണികൾ ഒരുക്കാണ്ട് വേഗം മെഷീൻ ഇരുന്ന് ഇതാണ് തീർത്തെറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സമാധാനമാണ്. ഒരു വന്ന് ചോദിക്കുമ്പോൾ അടിച്ചില്ലേ വന്ന് ചോദിക്കുമ്പം അത് അടിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞ് തരാമെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഗതികേടാണല്ലോ. അപ്പോൾ ഇതാണ് തീർത്ത് വെച്ചാലൊരു സമാധാനമാണ്. നമുക്ക് നമ്മളെ വരയത്തെ പണി എടുക്കാം. അങ്ങനെ രണ്ടും മടക്കി പെട്ടിയിലാക്കി വെക്കാൻ പോകട്ടെ. ഇനി വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതങ്ങനെ കവറിലാക്കിയിട്ടുണ്ട്. വേറൊരു മാക്സിൻ്റെ അത് അളവിന് തന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു സമാധാനമായി. അത് അടിക്കാനുള്ളത് ഉണ്ടല്ലോ, അടിച്ച് തീർത്തിട്ടില്ലെങ്കിൽ ഭയങ്കര സമാധാനക്കേടാണ്. ഇതിങ്ങനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ പറയുകയെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ കുറച്ച് തണുപ്പാവും കേട്ടോ. കുറച്ച് ആക്കം പോലെ തന്നാൽ മതി എന്ന് പറയാൻ പറ്റൂല. പറഞ്ഞാൽ അപ്പക്ക് കുറച്ചും കൂടി ആക്കം പോലെ ആവും. 2 ദിവസം കൂടുതൽ അല്ലെങ്കിൽ പെട്ടെന്ന് തരണം, അല്ലെങ്കിൽ കല്യാണം ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് അടിക്കുള്ളൂ. അങ്ങനെ ഉച്ച കഴിഞ്ഞേരം ചോറൊക്കെ തിന്ന് കഴിഞ്ഞേരം എല്ലാവരും ഇത് കടന്നുറങ്ങണം. ഉണ്ണിമോൾ അപ്പുറത്തെ റൂമിൽ കടന്നുറങ്ങുന്നുണ്ട്. കുഞ്ഞാറ്റ ഇതാക്കണം മെഷീൻ്റെ ഒച്ച കേട്ട് ഇവിടെ തന്നെ കടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ കടന്നിട്ടില്ലല്ലോ. കടന്ന അപ്പം ഉറങ്ങും. പിന്നെ ഇതൊരു കർട്ടനാണ് കേട്ടോ. ഇതിനോണ്ട് ഫ്രോക്ക് അടിക്കുന്ന വീഡിയോ ഞാൻ ഇടാം കേട്ടോ. കർട്ടൻ്റെ ബാക്കിയുണ്ട്. അപ്പം കവറിലാക്കിയത് വീണ്ടും ഇതാക്കണം വന്നിട്ട് ഇത് ഷോർട്ട് എടുക്കാൻ വേണ്ടിയാണ്, ഷോർട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ അത് കവറിലാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം ആയപ്പോഴത്തേന് ഞാൻ ഒന്ന് അലക്കിയിട്ടില്ലേന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ടേ ഉള്ളൂ. ഒരു കാക്കക്കുളി കുളിച്ചിട്ടുള്ളേന്ന്. അപ്പോൾ വിശദമായിട്ട് കുളിക്കണമെങ്കിൽ നമുക്ക് പുഴയിൽ തന്നെ പോകണം, എന്നാലേ സമാധാനമാകുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് പുതപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. 1-ാം തീയതിയാണല്ലോ വരുന്നത്. കുറച്ച് മുക്കിയിട്ടൊരു സമാധാനമാണ്. അങ്ങനെ പോയി പുഴയിലെത്താനായിട്ടുണ്ട്. കുറച്ച് കൂടിയുണ്ട്. ഒരു 5-6 മിനിറ്റുള്ള ദൂരമുള്ളൂ പുഴയ്ക്ക്. അങ്ങനെ പുഴയിലെത്തി ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കണം. മൂപ്പര് അവിടെ താഴെ പോത്തിനെ തീറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരുന്നു. ഇതുവരെ അവിടെ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നേരം കുറച്ച് നേരം ഇരുന്നു. അതിലാണ് നമ്മളെ അമ്മോൻ്റെ മകനാണ് കേട്ടോ അക്കരെ നിൽക്കുന്നത്. അപ്പോൾ അക്കരെ കുറച്ച് പോത്തുകളുണ്ട്. ഓന് അക്കരെയാണ് തീറ്റാൻ പോകല്. പണിയൊക്കെ കയറി വന്നിട്ട് പിന്നെ പോത്തുകാളം കൊണ്ടുപോകലാണ്. അക്കരക്കാണ് പുഴ കടത്തി കൊണ്ടുപോകും. അപ്പോൾ പുഴ കടന്ന് വരുന്നത് ഞാനൊന്ന് വീഡിയോ എടുത്തു. പെട്ടെന്ന് കിട്ടിയതാണ് വീഡിയോ. അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ പ്രവാസികളും കുറേ ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഓൽക്കും തന്നെ ഒരു രസമാകുമല്ലോ നമ്മളെ നാട്ടുമ്പുറം കാര്യങ്ങളും പുഴയും വെള്ളം ചാലിയാറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തു. അപ്പം അക്കരന്ന് തീറ്റിയിട്ട് ഇതാക്കി ഇക്കരക്ക് വരിക കേട്ടോ. പോത്തുകളും വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ഇളച്ചനായിട്ട് വരും കേട്ടോ. ഓനും കൂടി വരുന്നുണ്ട്. നീന്തി ഇങ്ങനെ വരുന്നുണ്ടോ, ഓരോരോ തലകൾ വരുന്നുണ്ടോ. അപ്പം അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരു നീന്തി ഇക്കരെ എത്തിയിട്ട് വേണം എനിക്ക് പുഴയ്ക്ക് ഇറങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ കൂടെ ഒരു നീന്തി കയറി വരിക എന്ന് പറയാൻ പറ്റില്ല. ഒക്കെ പാടെ ഒരു കുത്തലാവും. അത് വിചാരിച്ചായിട്ട് ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്നു. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. തല മാത്രമേ തേങ്ങ കണക്കും തല മാത്രമേ ഒഴുകി അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഒഴുകി അങ്ങനെ പോകില്ല കേട്ടോ. നല്ല നീന്തൽക്കാരാണ് ഈ പോത്തുകൾ, നല്ല നീന്തൽക്കാരാണ്. അപ്പോൾ ഇതാണ് നീന്തി വരുന്നുണ്ട്. അപ്പോൾ ഓല് കരക്കെടുക്കാതെ നമുക്ക് പുഴയ്ക്ക് ഇറങ്ങാനാവൂല. കൂടെ കയറി വരണമെന്ന് പറയാൻ പറ്റൂലല്ലോ. ചിലപ്പോൾ ഒരു പ്രാന്ത് ഇളകിയാണ്ട് ചിലപ്പോൾ ഒന്ന് ഉന്തി മറിച്ചിട്ടാലും മതിക്ക്. പിന്നെ എന്തിനാണ് വടി കൊടുത്തിട്ട് അടി വാങ്ങണത്? ഓല് വന്നിട്ട് ആക്കം പോലെ ഇറങ്ങാലോ എന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് നേരം കൂടി വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒപ്പത്തിനൊപ്പം കുട്ടനും കൂടി ഉണ്ട് കേട്ടോ. കുട്ടനാണ് വിളിക്കൽ. കുട്ടനും കൂടി ഉണ്ട്. ഇതാ പോത്തുകാളം കണ്ട് കരക്കടിപ്പിക്കാനായിട്ട് നിൽക്കുകയാണ്. ആ ഒരു 3-4 തലകളതായിക്കൂടെ പോണ്. ഒരു തല ഇതാക്കണം, ഇപ്പുറത്തെ കൂടെ വരെ ഒരു തല ഇതാക്കണം. അവിടെ ആ കരമ്മലാട്ടോ പാറ അവിടെ കാണുന്നുണ്ട്. ആ പാറമ്മൽ ചാടി നീന്തി വരുന്നുണ്ട് മൂപ്പരാൾ. അങ്ങനെ സമാധാനത്തോടു കൂടി ഓല് ഇതാ കരക്കെടുത്തിട്ടുണ്ട്. സമാധാനമാണ്. ഈ പോത്തുകൾ എപ്പോഴും വെള്ളത്തിലാണല്ലോ അല്ലേ, ചളിയിൽ വെള്ളത്തിലൊക്കെ. ഓൽക്ക് അതാണ് ഇഷ്ടം. ഓൽക്ക് ഭയങ്കര ചൂടാണെന്ന് അല്ലേ, ചൂടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഓല് എപ്പോഴും വെള്ളത്തിൽ കയറി കിടക്കും. നമ്മളെ പോത്തുകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഫുള്ളായിട്ട് ഓല് വെള്ളത്തിലാണ്. തിന്നും വെള്ളത്തിൽ കിടക്കും, വെള്ളത്തിൽ കിടക്കും, അങ്ങനെയാണുള്ളത്. അപ്പോൾ അങ്ങനെ പോത്തുകളൊക്കെ ഇതാ കരയിൽ കയറി. പോലും ഇവിടെ കുറച്ച് നേരം തിന്നിട്ടാണ് പിന്നെ ആലേക്ക് പോകുകയുള്ളൂ. ഇനി അവിടെ കേട്ടോ. ഇനി ഞാൻ വേഗം തിരുമ്പി കുളിക്കട്ടെ കേട്ടോ. പെട്ടെന്ന് വീട്ടിൽ ചെല്ലാനെല്ലാം ചെന്നിട്ട് വേണം. എന്താ പരിപാടി രാത്രിക്കാണ്. നമ്മൾക്ക് ആഘോഷങ്ങളും പരിപാടികളൊക്കെ എപ്പോഴും രാത്രി തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. ആരും ഉണ്ടാവില്ല. ഞാനും എൻ്റെ പുതിയാപ്പിളയും 3 കുട്ടികളുമാണ് ഉണ്ടാവുക. പുറത്തുനിന്ന് ആരും ഞങ്ങളങ്ങനെ ക്ഷണിക്കാറുമില്ല, ഒന്നുമില്ല. നമുക്ക് ചെറുമട്ടത്തിൽ ഇത് ആഘോഷപരമായിട്ടൊന്നും നടത്തുന്നില്ല. ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, കുട്ടികളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ട് കഴിക്കലാണ് കേട്ടോ. അപ്പം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നേരം രാത്രി ഞങ്ങൾ മന്തി വാങ്ങിയിട്ട്. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്, അതാണ്. ഇപ്പോൾ കുഞ്ഞാറിൻ്റെ പിറന്നാളിനും നമ്മൾ മന്തി മതിയും കേക്ക് വേണോ മന്തി വേണോ ചോദിച്ചപ്പോൾ മന്തി മതി എന്ന് പറഞ്ഞു. അതാണല്ലോ കുറച്ചുകൂടി പള്ളത് അറിയുള്ളൂ. അപ്പോൾ മന്തി മതി എന്ന് പറഞ്ഞ് ഇവളും തന്നെ അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ കണ്ണം വാങ്ങിക്കൊണ്ടെന്ന് ഓന് ഈ ഒരു കൂട്ടത്തിലില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഓന് ഈ ഒരു കൂട്ടത്തിലില്ല. ഓനിപ്പോൾ നമ്മളെക്കാട്ടിലും ബിസിയാണ് കാരണമില്ല. ഓനും കാണാൻ കിട്ടലില്ല. അപ്പം അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ കൂടിയാണ് കിടന്നുറങ്ങി. ഓളെ 17-ാം വയസ്സിൽ അങ്ങോട്ട് ഉഷാറായി അങ്ങോട്ട്.
ഓളെ വയറ്റിലുണ്ടായെന്നാണ് നമുക്ക് വീട് പാസ്സായത് കേട്ടോ. 75,000 റുപ്യ ബ്ലോക്കിൽ നിന്ന് വീടിന് പാസ്സായത് അന്നായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു കഥ തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട് പണിയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ പ്രസവമല്ല, വയറ്റിലുണ്ടായാലും ഛർദിയും ക്ഷീണം, ഞാൻ പറഞ്ഞില്ല ഭയങ്കര പണികളായിരുന്നു കേട്ടോ അന്നുള്ളത്. അന്ന് അച്ഛനുണ്ട്, അപ്പം അച്ഛൻ കുറേ സഹായിക്കാൻ വരും. പിന്നെ നമ്മളെ അച്ഛമ്മ കുറേ, അമ്മമ്മ കുറേ, എല്ലാവരും അങ്ങനെ സഹായിച്ച് വീട് പണി ഏകദേശം കഴിഞ്ഞു എന്നുണ്ട്. കണ്ടപ്പോൾ ഉണ്ടല്ലോ ഓടും കൂടി ഇടാണ്ടേന്ന് കേട്ടോ. അതും കൂടിയും കഴിഞ്ഞിട്ട് പ്രസവിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഓട് മുന്നേ കൂട്ടി വന്നുകൊണ്ട് അത് ഓടിടുന്നതിന് മുന്നേ തന്നെ പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഓളെ കിട്ടിയത് എന്നാണ് പറഞ്ഞത്. ഏതായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.